ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിരുന്ന ഒരാളാണ്. കഴിഞ്ഞ 1.5 മാസമായിട്ടാണ് ഒരു ഗ്യാപ്പ് വരുന്നത്. ഇനി സ്ഥിരമായിട്ട് ഇടണമെന്ന് വിചാരിച്ചാണ് എടുക്കുന്നത്. എനിക്കറിയില്ല, എൻ്റെ സാഹചര്യം എങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റേജ് 1ൻ്റെ കട്ട് ഓഫ് അനാലിസിസ് ആണിത്. അതായത് നമുക്ക് ജൂലൈ 18 നമ്മളെ ഫസ്റ്റ് സ്റ്റേജ് നടന്നു. സെക്കൻഡ് സ്റ്റേജ് നടന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. സെക്കൻഡ് സ്റ്റേജ് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതാൻ പോയി, അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പം അതിൻ്റെ കട്ട് ഓഫ് നമുക്കൊന്ന് അനാലിസിസ് ചെയ്യാം. എൻ്റെ ഒരു മെത്തേഡ് അനുസരിച്ച് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു മാത്സിനൊരു 18ഓളം ക്വസ്റ്റ്യൻസ്, 2എണ്ണമാണ് എനിക്ക് തെറ്റിപ്പോയുള്ളൂ. 2എണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തില്ല, തെറ്റിപ്പോയില്ല. 18ഓളം എനിക്ക് കിട്ടി. 15 മാർക്ക് സ്കോർ. അപ്പോൾ ഒരു 15+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്സിൻ്റെ ഒരു ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ. പിന്നെ വരുന്നത് GK പോർഷൻസ് ആണ്. ഇംഗ്ലീഷ് ഇല്ലല്ലോ, കറണ്ട് അഫയേഴ്സും GKയും മാത്സും ഒക്കെയാണല്ലോ ഉള്ളത്. അപ്പോൾ GK പോർഷൻസിലേക്ക് വരുന്നത് വെച്ചിട്ടുണ്ട് സാധാരണ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ 10th മെയിൻസിനെ അപേക്ഷിച്ച് ടഫായിട്ടുള്ള പോർഷൻസ് ഉണ്ടായിരുന്നു. അത് മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ +1 ജോഗ്രഫിയിൽ നിന്ന് ഭൂപ്രകൃതി, നീരൊഴുക്കുകളുടെ വ്യൂഹം, ആ ഒരു പോർഷനിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഭൂപ്രകൃതിയിൽ തന്നെ ആ ഒരു ഒറ്റ ഒരു സെക്ഷനിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻസോളം ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു, 2ലുമായിട്ട്. അപ്പം അതൊരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയ പോർഷനാണ്. നോക്കിയിട്ടില്ലാത്ത ആൾക്കാർ, 3rd 4th എഴുതുന്ന ആൾക്കാർ അതൊന്ന് നോക്കിയിട്ട് പോവുക. 10th ലെവൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് മെയിൻസിൻ്റെ LDC മെയിൻസിൻ്റെ ഒരു ടഫ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. സാധാരണ ചോദ്യങ്ങൾ ഇല്ലായിരുന്നു എന്നല്ല, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനപ്പുറം തന്നെ ടഫായിട്ടുള്ള അത്യാവശ്യം ഒരു ഇത് ഉള്ള അത്യാവശ്യം ടൈറ്റായിട്ടുള്ള പോർഷൻസ് ACERT നിന്നും NCERT നിന്നുമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തു പറഞ്ഞത് ജോഗ്രഫിയിൽ നിന്നുള്ള ആ പോർഷനൊക്കെ ഭയങ്കര ടഫാണ്. ഇപ്പം 10th ലെവൽ മെയിൻസിന് 10th മെയിൻസിനല്ല, 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കാരൊന്നും മെയിൻലി +1 +2 ചാപ്റ്റേഴ്സ് ഒന്നും കവർ ചെയ്യാറില്ല. ഞാൻ ഇപ്പോഴാണ് അത് അനലൈസ് ചെയ്തപ്പോൾ ആ ഒരു പോർഷനിൽ നിന്ന് മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് ഒരു കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാതെ വിട്ടതാണ്. അപ്പം നമ്മുടെ കയ്യിലും മിസ്റ്റേക്ക് ഉണ്ട്, നമുക്കത് മനസ്സിലായില്ല. പക്ഷെ ഒരുമാതിരിപ്പെട്ട ഒരു ക്ലാസ്സസിലോ സംഭവങ്ങളിലോ ഒന്നും അത് പറഞ്ഞ് കേട്ടിട്ടില്ല ഞാൻ. എൻ്റെ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല, ആരുടെയും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് നോക്കുന്നത്. അപ്പം ചോദിച്ചിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസിൽ 2എണ്ണം വന്നത് +1 ഭൂപ്രകൃതി ചാപ്റ്ററിൽ നിന്ന് നീർൊഴുക്കുകളുടെ വ്യൂഹം, ആ ഒരു ചാപ്റ്ററിൽ നിന്നുമാണ്. ശരിക്കും ഞാൻ പറഞ്ഞ തന്നെ 10th പ്രിലിംസിനെ LGSനെ ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർ +1 +2 തലത്തിലേക്കൊന്നും നോക്കാറുണ്ടാവത്തില്ല. നമ്മൾ തന്നെ 10th വരെയുള്ളതൊക്കെ നോക്കത്തുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും അത്രയും ഡീപ്പായിട്ട് നോക്കാൻ ചാൻസ് കുറവാണ്. ഞാൻ അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണോ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ഊഹാപോഹം അനുസരിച്ച് ജോഗ്രഫി, കറണ്ട് അഫയേഴ്സ് ഇത് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ചെയ്തു വെച്ചത്, എനിക്ക് മാർക്ക് കിട്ടിയത് ഒരു 70+75+ ആണ് എനിക്ക് മാർക്ക് കിട്ടിയത്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് അല്ല, മറ്റുള്ള വീഡിയോസ്, സംഭവങ്ങൾ, തൊഴിൽ വീതി ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 70+ ആണ്. 70+ കട്ട് ഓഫ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഒരു വ്യൂഹം അതാണ്. അത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റില്ലല്ലോ.
ചില വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് 80+ എന്നൊക്കെ. ചിലപ്പം അതാവാം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ഇതനുസരിച്ച് എനിക്കൊരു 70+ ആണ് 10th ലെവൽ പ്രിലിംസ് എൻ്റെ ഒരു കട്ട് ഓഫ് വരാൻ ചാൻസ് എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. 70+ കിട്ടിയിട്ടുള്ള ആൾക്കാർ, ഫസ്റ്റ് സ്റ്റേജ് എഴുതിയ ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ വരും, 70+ ആണെങ്കിൽ ഞങ്ങൾ ലിസ്റ്റിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഞാൻ ചുമ്മാ അത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു 75, 70 ആ ഒരു റേഞ്ചിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. മൈനസ് കുറയ്ക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എൻ്റെ ഒരു സ്ട്രാറ്റജി, ഞാൻ കുറേ കാലം എക്സാം എഴുതാതിരുന്നു. എനിക്ക് കുഞ്ഞുണ്ടാവും, അപ്പോൾ അതിൻ്റേതായ ഇതിൽ എനിക്ക് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ കുറേ എക്സാംസ് എഴുതാതിരുന്നിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞത്തെ വുമൺ സിവിലും ഇതുമൊക്കെ എഴുതി തുടങ്ങിയത്. അപ്പോൾ ഞാൻ തീരെ ലോ ലെവലിൽ നിന്നിരുന്ന ഒരാളാണ്. എൻ്റെ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് ഞാൻ ഇത്രയും മാർക്ക് സ്കോർ ചെയ്തത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു ആ സ്ട്രാറ്റജി അറിയണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, അതും ഞാൻ വീഡിയോ ആയിട്ടിടാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അനാലിസിസ്. എത്രമാത്രം ശരിയാവും എനിക്കറിയത്തില്ല, ഇതെൻ്റെ മാത്രം വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.